നിന്ന് ഇങ്ങനെ തെറ്റിപ്പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഇപ്പോൾ ഇതിപ്പോൾ ഗുരുരത്നസ്വാമി പ്രവർത്തിച്ചെന്നുള്ളതല്ല. ആശ്രമ സ്വഭാവത്തിൽ ഇതുപോലെ ചിലപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയിൽ നിന്ന് പല ആൾക്കാരിൽ നിന്ന് അറിയാതെ മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കണം എന്നല്ല, ആരെയും ഉപദ്രവിക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ പാടില്ല. പക്ഷെ ചില സാഹചര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകും ആശ്രമത്തിൽ. അത് ആശ്രമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ, ആ ഇൻസൾട്ടഡ് ആകുന്ന വിഷമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സഹിച്ച് നമ്മൾ നമ്മുടെ ഈഗോ എന്ന് പറയുന്ന സാധനത്തിനെ ഇതിനെ അങ്ങ് ക്ഷമിച്ച് അതിനെ ഡിസോൾവ് ചെയ്ത് വേണം നമ്മൾ അടുത്ത ഒരു തലത്തിലേക്ക് കടക്കാൻ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ്, പലരും ദേഷ്യപ്പെട്ടിട്ട് ഇതേപോലെയൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാക്കി ആ ദേഷ്യവും പകയും ഒക്കെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലങ്ങ് ഒളിഞ്ഞങ്ങ് പോയി കിടക്കും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചില കാര്യങ്ങൾ കൊണ്ട് പലരും ഇതേപോലെ മനസ്സിൽ തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെ പെരുമാറാറുണ്ട്. ഇപ്പോൾ പല വ്യക്തികളും ഇപ്പോൾ ഇന്ന് റിബല്യസ് ആയിട്ടൊക്കെ നിൽക്കുന്ന മെജോറിറ്റിയും ഇതേപോലെ ചെറിയ കാര്യങ്ങളുടെ ഈഗോയിസ്റ്റിക് പ്രശ്നങ്ങൾ, അതായത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായ ചില ഈഗോയിസ്റ്റിക് ആയിട്ട് ഹേർട്ട് ആവുന്ന കാര്യം വരുമ്പോൾ അവർ ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് അവർക്ക് പിന്നെ അതങ്ങ് അവരുടെ മനസ്സിലങ്ങ് അടിഞ്ഞ് അൺകോൺഷ്യസ് മൈൻഡിൽ പോകും. അവർ പോലും അറിയില്ല എന്താണ് കാരണമെന്ന്. പിന്നെ ഈ വ്യക്തിയോട് ദേഷ്യം, പക, എന്നിട്ട് പകരം വീട്ടാനുള്ള മോട്ടീവിൽ അവർ മഞ്ഞക്കണ്ണ് വെച്ച് നോക്കി മറ്റെല്ലാ കാര്യങ്ങളെയും കുറ്റപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ കാരണം അവരെ പകരം വീട്ടാനാണ്. അകത്ത് ഒരു പക കിടക്കുകയാണ്, അൺകോൺഷ്യസ് ആയിട്ട് ഒരു വലിയ പക ഇങ്ങനെ കിടക്കുകയാണ്. ആ പക വെച്ചുകൊണ്ട് ഈ പകരം വീട്ടാനാണ് എല്ലാവരും ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ കുറേ കുറവുകളുണ്ട് പ്രവർത്തിച്ചു വരുന്നതിൽ. ഞാൻ പറഞ്ഞു എല്ലാവർക്കും കുറവുകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കുഴപ്പങ്ങളെ ചുമ്മാ അത് കാരണമാക്കി മറ പിടിച്ചിട്ട് ഈ പക തീർക്കുകയാണ്, ഇൻസൾട്ടഡ് ആയ. പക്ഷേ നമ്മൾ ഇങ്ങനെ ആശ്രമ സ്വഭാവത്തിൽ ഈ പക തീർക്കാൻ പാടില്ല. ഇത് ആശ്രമ സ്വഭാവത്തിൽ ഇങ്ങനെ ഇൻസൾട്ട്, ഗുരു അന്ന് ഞാൻ പറഞ്ഞില്ലേ പരസ്യമായി ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഗുരു ശരീരത്തോടെ ഇല്ലെങ്കിലും ഈ ആശ്രമത്തിൽ ഇപ്പോഴും ഇങ്ങനെ ഇൻസൾട്ടഡ് ആകുന്ന പല അവസരങ്ങളും ഉണ്ട്. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ ഇൻസൾട്ടഡ് ആകുന്ന ആ അവസരത്തിൽ അത് ഗുരു ഇൻസൾട്ട് ചെയ്തെന്ന് വിചാരിക്കണം. ആ സ്വാമി എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റി എന്നുള്ളതല്ല, ഗുരു ഇൻസൾട്ട് ചെയ്തതാണ്. അത് നമ്മൾ സഹിക്കണം. ഇത് ഗുരുവിൻ്റെ ആശ്രമമാണ്. അങ്ങനെ സഹിച്ച് അത് ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന പരിണാമം. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് പർണശാലയുടെ പണി നടക്കുന്ന ഒരു സാഹചര്യം. അന്നത്തെ പർണശാലയുടെ അകത്തെ തറയൊക്കെ ടൈല് പൊളിച്ചെടുത്തിട്ട് പുതിയ ടൈലിടുന്ന ഒരു സമയത്ത് നമ്മുടെ അന്നത്തെ ആശ്രമത്തിലുള്ള ചെറുപ്പക്കാരെല്ലാവരും കയറി, ഇപ്പോൾ അടുക്കളയിലൊക്കെ നിന്നവരും ആയുർവേദത്തിലൊക്കെ ഉള്ള പലരും വന്ന് കയറി അത് ചെയ്യുന്നുണ്ടായിരുന്നു, ആ കർമ്മങ്ങൾ. അപ്പോൾ ഞാനും ഇതുപോലെ, ഞാനന്ന് ഡയറി ഫാമിലും അടുക്കളയിലുമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാനും ഇതുപോലെ, എൻ്റെ കൂട്ടുകാരൊക്കെ അകത്ത് കർമ്മം ചെയ്യുന്നുണ്ട്, ഞാനും ഇതുപോലെ ആ പർണശാലയുടെ അകത്തോട്ട് കയറാൻ പോകുമ്പോൾ അന്ന് അവിടെ നിൽക്കുന്ന ഒരു സ്വാമി ഞാനങ്ങ് കയറിയതും എന്നെ ഇങ്ങനെ തോളിൽ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു, നീ കയറണ്ട, അങ്ങ് പുറത്തു നിൽക്കുക, എല്ലാവരും കൂടെ കയറിയാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് അങ്ങ് എന്നെ പുറത്താക്കി. അപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സംഭവം മറന്നിരിക്കുകയായിരുന്നു. പക്ഷേ എന്നോടൊപ്പം